ഇനി എനിക്ക് അതിനകത്ത് കൗതുകകരമായി തോന്നിയത് കോടതിയുടെ ഒരു ഞെട്ടലാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഞെട്ടിയിരിക്കുന്നതാണ്. കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ശബരിമലയിൽ തനീഷ് പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഈ താഴെ തന്നെ വലിയ പ്ലേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്വർണം പൂശിയത് ആരാണെന്നുള്ളത്. ഈ അയ്യപ്പൻ്റെ മണ്ഡപത്തിന് മുകളിലും 18-ാം പടിയിലും ഒക്കെ സ്വർണം പൂശിയ കക്ഷി ഇന്ന് അയ്യപ്പനെ കാണാനാവാതെ വിദേശത്ത് കഴിയുകയാണ്. വിജയ് മല്യയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ വിജയ് മല്യയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അത് മാത്രമല്ല, വിജയ് മല്യയുടെ പേരെഴുതിയ സ്വർണ്ണ പലകയിൽ ആളുകൾ പോയിട്ട് ഇങ്ങനെ കല്ലുകൊണ്ടും ഈ ആണി കൊണ്ടും ഒക്കെ അവരവരുടെ പേരൂടെ എഴുതി വെക്കും. അവരവരുടെ പേരൂടെ ഈ സ്വർണ്ണ പലകയിൽ കിടക്കട്ടെ. ഇങ്ങനെ കൗതുകകരമായ ചില കാഴ്ചകൾ കൂടി അവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പം ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ എടുത്ത് പരിശോധിക്കുക. അപ്പോൾ ഈ കുംഭമേള അടക്കമുള്ള പരിപാടികൾ സ്വാഭാവികമായും സർക്കാരിൻ്റെയും അവിടുത്തെ ദേവസ്വം ബോർഡുകളുടെയൊക്കെ ഫണ്ട് അതിന് വിനിയോഗിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഫണ്ടുണ്ട് അതിന്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസർമാരായി വരുന്ന ആരൊക്കെയെന്നറിയോ? പേടിഎം, ബർജർ പെയിൻറ്റ്സ്, അമുൽ, ബജാജ്, പതഞ്ജലി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, വോഡാഫോൺ, ടാറ്റ ഗ്രൂപ്പ്. പൈസ ആൾക്കല്ലേ വരാൻ പറ്റൂ. പൈസ ഉള്ള ആൾക്കല്ലേ വരാൻ. അവരല്ലേ, അവർ ചെയ്യട്ടെ. അവർക്ക് അവരെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം. ഇത്രയും ആളുകൾ വരുന്നു, ആളുകളുടെ ശ്രദ്ധ വരുന്നു. അങ്ങനെയുള്ള ഒരു സ്പേസിൽ അത് ഹൈക്കോടതിയിൽ ഓണാഘോഷം നടത്തുമ്പോൾ അവർക്ക് സ്പോൺസർ ഉണ്ടാവും. ഉണ്ട്, സ്വാഭാവികം. അന്വേഷിച്ചാൽ അത് കാണാം. ചിലപ്പോൾ അതിന് ഞെട്ടാണ് വല്ലാതെ. ഒരു ആവശ്യമില്ലാതെ ഒരു ഞെട്ടല്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ എനിക്ക്. പക്ഷേ കോടതിയുടെ മറ്റ് ഈ ചില ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ കൂടുതൽ വ്യക്തതയാവും. ഈ ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിന് പകരം കോടതിയുടെ ഈ ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തിനാണ് നടത്തുന്നത്, ആരാണ് നടത്തുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് വരുന്ന രീതി എന്നൊക്കെയുള്ള കാര്യത്തിലൊരു വ്യക്തത വരും. അത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.